ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫിൽട്ടർ യൂണിക് ഐറ്റം ഫ്രം ദി ഡാറ്റ. പലപ്പോഴും ഡാറ്റ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിലും മൾട്ടിപ്പിൾ ഡാറ്റ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടാവാം. നമുക്ക് വലിയ ടാസ്ക്കാണ് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് റിമൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു മൊബൈൽ ഫോൺ ഐറ്റംസ് ആണ്, അതിൽ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ട്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡാറ്റയിൽ പോയിട്ട് അഡ്വാൻസ് ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണ്. അഡ്വാൻസ് ഫിൽട്ടർ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, അഡ്വാൻസ് ഫിൽറ്ററിൽ ആക്ഷൻ കാണാം, ഫിൽറ്റർ ലിസ്റ്റ് ഇൻ പ്ലേസ്, കോപ്പി ടു അനദർ ലൊക്കേഷൻ, അതുപോലെ ലിസ്റ്റ് റേഞ്ച്. ലിസ്റ്റ് റേഞ്ചിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ഡാറ്റ സെലക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. എനിക്ക് വേണ്ടത് ആ ഡാറ്റയിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് അതിൽ യൂണിക് ഐറ്റംസ് മാത്രം കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്യേണ്ട ലൊക്കേഷൻ നമ്മൾ കൊടുക്കുക കോപ്പി ടൂവിൽ. ഇപ്പോൾ എക്സാമ്പിൾ ഏതാണ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൽ വേണ്ട നമുക്ക് യൂണിക് റെക്കോർഡ്സ് ഓൺലൈൻ, ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഐറ്റം മാത്രമേ ആവശ്യമുള്ളൂ. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ദാറ്റ് മീൻസ് ഒരു 1500 ഡാറ്റ ആയിരുന്നു അതിൽ നമുക്ക് 21 ഡാറ്റ ആയിട്ട് ചുരുങ്ങി. ദാറ്റ് മീൻസ് കറക്റ്റായിട്ട് യൂണിക്കായിട്ട് കിട്ടി. ഇതൊരു മെത്തേഡാണ്. അതുപോലെ അടുത്തൊരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ഇത് കോപ്പി ചെയ്യാം, ഡാറ്റ കോപ്പി ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വേറെ സ്ഥലത്ത് എവിടെയും പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്യാം. ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഡാറ്റ ടാബിലേക്ക് വരിക. ഡാറ്റ ടാബിൽ തന്നെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ഏത് കോളാണ് ചോദിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോളം ഓട്ടോമാറ്റിക് അവിടെ കാണാം, കോളം ജി. അത് ക്ലിക്ക് ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക് അവിടെയും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരാം. ഒരു പിവറ്റ് ടേബിൾ ഓപ്ഷൻ വഴി നമുക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാം. പിവറ്റ് ടേബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ടിൽ വരാം. ഇൻസെർട്ട് ടാബിൽ വന്ന് പിവറ്റ് ടേബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിവറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഡാറ്റ റേഞ്ച് ഇവിടെ ടേബിൾ റേഞ്ച് സെലക്ട് ചെയ്ത് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് എവിടെയാണോ വേണ്ട ഡാറ്റ ജസ്റ്റ് എക്സിസ്റ്റൻ വർക്ക്ഷീറ്റിൽ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പിവറ്റ് ടേബിളിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിവറ്റ് ടേബിളിൻ്റെ ഒരു ഫീൽഡ് വരും. ഈ ഫീൽഡിൽ നിന്നിട്ട് പിവറ്റ് ടേബിൾ ഫീൽഡിൽ നമ്മൾ ഐറ്റം ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റോഡ് ലേബിൾ കാണാം, ഐറ്റം എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ടോട്ടൽ ഡാറ്റേനെ യൂണിക് ആയിട്ടുള്ള ഐറ്റം മാത്രമേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്തിട്ട് യൂണിക് ഐറ്റം മാത്രമേ ഫിൽറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് നമുക്ക് 3 തരത്തിൽ നമുക്ക് ഈ ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഇത് വളരെ ടൈം സേവിങ് ഓപ്ഷനാണ്. കാരണം നമുക്ക് ജനറലായിട്ട് എല്ലാ ഡാറ്റ വർക്കിലും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എക്സലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. www.excelskillcorner.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് കൂടുതൽ കോഴ്സും അതുപോലെ പവർ പോയിന്റ് വേർഡിനെ കുറിച്ചും കൂടുതൽ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.